ഞാൻ ഈ കഴിക്കുന്നത് എന്താണെന്നറിയോ, നമ്മളെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് റെസിപ്പി ആട്ടോ. ഞാനൊരു മധുരപ്രേമിയൊന്നുമല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ കഴിക്കാനൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എൻ്റെ അമ്മ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ വാനിലേൻ്റെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴം വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പഴം നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്ന രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ട നമ്മുടെ ശർക്കരയാണ്. അപ്പോൾ ഞാനൊരു ശർക്കര ഉരുക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ശർക്കര പാനിൽ കടന്നിട്ട് നമ്മൾ പഴം നല്ല വെന്ത് കുഴഞ്ഞ രൂപത്തിൽ കിട്ടും. ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല കേട്ടോ. ഇതാ നമ്മുടെ പഴം നല്ല വെന്ത് കുഴഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കുക, ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇത് ചൂടാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമല്ല. അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ്ക്രീം ഇടുക, നല്ല പോലെ മിക്സാക്കി കഴിച്ചാൽ ഏത് മധുരം ഇല്ലാത്തവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ. ഒരു 100 വട്ടം നമ്മൾ പറയും സൂപ്പർ ലാലേട്ടാന്ന്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. പെട്ടെന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക, ഒടുക്കത്തെ ടെസ്റ്റ് ആയിട്ടാ.